ഇൻട്രൻസ് ആയിട്ട് അപ്പൊ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45-ലാണ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇതിന് വരാതെ കൊണ്ട് വരാൻ എന്തായാലും നിവൃത്തി വേണ്ടേ. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു അന്നത്തെ ഈ ഒരു സമയത്തിൽ വന്നിട്ട് 2 ദിവസം കുട്ടികളെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? അതായത് കഴിഞ്ഞാൽ വല്ല കോമ്പിനേഷനൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷെ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്യ സംസ്ഥാനം പണം ചെയ്യുന്നു, വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെ ഞങ്ങളെ സന്തോഷിച്ചു. ഞാൻ തമിഴ് സിനിമയും ചെയ്തെന്ന് കണ്ടില്ലേ. ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിട്ടിരിക്കാറുണ്ട്. അതിന് അപ്രോച്ച് ചെയ്യില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണം. വലിയ പടമാണ് ഓക്സിജൻ. കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പം അതങ്ങനെ. പിന്നെ അത് കൂടാതെ ഇപ്പോൾ 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മളങ്ങനെ തട്ടിമുട്ടി ഉപയോഗിക്കുക. അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഓക്കെ ഒരുപാട് മലയാള സിനിമയൊക്കെ സംഭവിച്ചു. അപ്പം ഇത്തരത്തിലുള്ള സിനിമകളെ വീണ്ടും വീണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ജലം കാണുന്നുണ്ട്. ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങില്ലേ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ. ഈ ലോകത്തുള്ള മലയാളികളൊക്കെ കരഞ്ഞ സിനിമ ആകാശദൂത്. ഇപ്പൊ മോനം കറക്കാമോ? ഇപ്പൊ കറക്കേണ്ടിയുണ്ട്. നിന്റെ കുടുംബം ഒക്കെ വിറ്റ് കളയേണ്ട വരും. ആരും കാണണ്ട. മാറിയില്ലേ? ഇങ്ങനെ കരച്ചിലും വയ്യാവലി കാണാൻ ഉണ്ടോ ആരെങ്കിലും? ഇത് പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ? അത് വെച്ചിട്ടില്ല സിനിമ പോണേ. ഇപ്പൊ കാരണന്മാരുടെ സിനിമയല്ല പോണേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം എന്ത് പിള്ളേരെ ഏറ്റെടുത്തേക്കുക. ഇതെടുത്ത് പോയി അതാരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു ശാല പ്രായമുള്ള പുള്ളി പൊട്ടേ ചെയ്യുക. അല്ല ബാക്കി എല്ലാ കുഞ്ഞുങ്ങളല്ല പിള്ളേരും സറ്റികളാണ് കളിക്കുന്നത്. ഏത് തലമെടുക്കും സിനിമയുടെ മീഡിയയിലൊക്കെ നോക്കുന്നത്. മീഡിയയൊക്കെ കണ്ടോണ്ട് ഒരു വാർത്താ ചാനൽ പറ്റി അത് മതി. നേരം ഇവിടെ കൂത്തിട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒന്നും കഴിക്കാതെ നമുക്ക് കാണാം. എന്തൊരു രസം അവരുടെ പ്രകടനങ്ങളും അവരുടെ സെറ്റിങ്സും ഒക്കെ ആയിട്ട് ഇത് മാറിയില്ല മൊത്തം. ഇപ്പൊ കാലത്തിനകത്ത് മാറണ്ടേ. നമ്മളങ്ങനെ ഈ വാത്സല്യം പോലെയുള്ള സിനിമ വാത്സല്യമൊക്കെ 500 ദിവസം കൊണ്ട് ഓടിയതാണ്. അത് ഇന്ന് പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേർക്ക് ഇത്ര വേണം. ചെവി പറഞ്ഞു കൊടുക്കുക ചോദിക്കാനായിട്ട്. ഇനി നിസാർക്കാക്കി മൈക്ക് കൊടുക്കും. നിസാർക്ക് ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോ ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് അറിയാൻ മാർക്കോ ആണെങ്കിലും ഉണ്ണിമുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്തു. ചേട്ടൻ ഓൾറെഡി ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നു? എനിക്കോ പുതിയതായിട്ട് വരുന്ന ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് പറയുന്നത് നേരത്തെ, അത് ഈ തല്ലിപ്പൊളി മതവികാരമുണ്ട്. മമ്മൂക്കന്റെ പടം വരുമ്പോ എതിർത്ത് മൈമൂട്ടി എന്നൊക്കെ പറഞ്ഞു മമ്മൂക്കിന്റെ കളിയൊക്കെ പറഞ്ഞു. ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോ ഈ സിനിമ വന്നപ്പോ നല്ല പടം മാർക്കോ നല്ല പടം എന്ന് എല്ലാരും പറയുമ്പോൾ അതിലും കമന്റ് എന്ത് വരുന്നുണ്ട്, അതിലൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ട് അതിന്റെ വെക്കില്. അത് ചെയ്യാൻ പാടില്ല. ഒരു 10-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു 10-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പടർന്ന് ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലോ, ഈ കമന്റുകളൊക്കെ, അതൊക്കെ ഒരു വ്യവസായമാണ്. ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയം പറഞ്ഞ ഒരു കലാകാരന്റെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം അങ്ങനെ വിളിച്ചു വരണമെന്നും പാടില്ല. നമ്മളെല്ലാവരോടും ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ വരച്ച് ഇന്ന് വിളിച്ചിട്ടുണ്ട്. ആർക്കും വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഉണ്ണിമുകുന്ദൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ വരുന്നത്. ആ സിനിമനെ നല്ലൊരു സിനിമനെ നശിപ്പിക്കാൻ പാടില്ല. മുകുന്ദന്റെ ക്യാരക്ടറല്ല സിനിമ. സ്കൂളിൽ കാണാൻ പോവാ, എല്ലാത്തിലും കാണണ്ട, നല്ലതാണെങ്കിലും കാണാൻ കഴിയണം, നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഈ സിനിമനെ പറ്റി പറയണതല്ല. ഈ സിനിമ
നാട് നെട്ടിച്ച ഒരു വാർത്ത ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞുപോയി. ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന്റെ ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും. ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട്. വലിയൊരു സന്ദേശം സിനിമയിലുണ്ട്. കഴിഞ്ഞു പോയത് ഇനി വരുമെന്ന് ഏകദേശം ഒരു ഉറപ്പുള്ള സാധനം. കാരണം ആ കേസിലൊക്കെ പെട്ടവർ ഇപ്പോൾ തടിച്ചു തീർന്ന് ജയിലിൽ കിടക്കുക. അപ്പൊ ഇനിയും തടിക്കുക, ആളുകൾക്കൊക്കെ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഒരു സന്ദേശം സിനിമയിലുണ്ട്. പിന്നെ പറഞ്ഞില്ലേ മതേതരം അതായത് ഈ ഇപ്പം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുറച്ചു മുമ്പ് എല്ലാ ചാനലും എല്ലാ കൊല്ലവും എപ്പോൾ വിളിച്ചാലും പറയുന്ന ഒരു വാചകമാണ്. അതിപ്പം നമ്മൾ മാറ്റിമറിക്കാൻ പറ്റിയല്ല. ഇപ്പം ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അത് ചെയ്തതിനകത്ത് എന്താണെന്നുള്ള കാര്യം അവർ കാണുന്നവർ കാണട്ടെ. ഒരു സിനിമ അറിയി കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാരെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരൊക്കെ കാണിക്കും. അതിനകത്ത് എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 10-200 പേര് കൂടി ചെയ്യുന്ന അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ഇത് ആലോചിക്കും. നമ്മളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞ ചായ ഉണ്ടാക്കിയിരുന്നതൊക്കെ വേറെ ഒരു മതത്തിൽപ്പെട്ടായിരിക്കും. അയ്യോ അങ്ങനല്ല, എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം അങ്ങനെ പറയാൻ പറ്റും. അത് പറയാൻ പറ്റിയല്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്. ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേച്ച് ഇവൻ കുറ്റം പറയുക. അങ്ങനെ ഞണ്ണിയേച്ച് കുറ്റം പറയുന്നത് അവിടെ പല ആൾക്കാർ വേണം, പല തൊഴിലാണ്. അവിടെ നിന്ന് ഔട്ടിറങ്ങുമ്പോഴത്തേക്ക് പടം പറയുക കഴിയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്താനം പറയുന്നവർ വിവരമില്ലാത്ത ഉണ്ണിമൂന്നല്ല പടത്തിനകത്ത് അത് കൊണ്ടുവരില്ലെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ്. നിങ്ങളതൊന്നും മരിച്ചു കിട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യത കൂടെ ആയിരിക്കും. ഇവിടെ പണം അറിയുന്നവരുണ്ട്, അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ടോ അത് നോക്കിയിട്ട് മരിച്ചു. അതൊന്നും കൊണ്ടുവരാത്ത പരിപാടി. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പം നല്ല ഒരു ചീഞ്ഞളിഞ്ഞ കേസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്നാ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു.